Hi guys, welcome to our first podcast. ഭയങ്കര സിങ്ക് ആണല്ലോ, അപ്പൊ മൊത്തം സിങ്ക് ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് എവർ പോഡ്കാസ്റ്റ് ആണ്. നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. സോ നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസസും പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് ഗസ്റ്റും, പറ്റുമെങ്കിലല്ല കുറച്ച് ഗസ്റ്റും പിന്നെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് ഒരു ഫൺ രീതിയിലുള്ള ടോക്സ് ആയിരിക്കും. അത് ഉണ്ടാവും പറയാൻ പറ്റില്ല. അപ്പൊ പ്രിയക്ക് എന്താണ് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്, അപ്പോൾ എങ്ങനെ വരുന്ന അറിയില്ല, എക്സ്പീരിയൻസ് ഒന്നുമില്ല നമുക്ക്, അതുകൊണ്ടിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പുതിയ പുതിയ കണ്ടന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ്, അതിന് ഏറ്റവും അനുയോജ്യമായ ടോപ്പിക് എന്തായിരിക്കും? നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങിയുള്ള അതിന്റെ ജേർണി അല്ലേ? എനിക്ക് തോന്നുന്നു അതിന്റെ ജേർണിനെ കാട്ടി കൂടുതൽ നമുക്ക് ഇത് കേൾക്കുന്നവർക്കും കുറച്ച് എന്തെങ്കിലും ഉപയോഗം വേണമല്ലോ. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ട്രാവൽ എക്സ്പീരിയൻസസിൽ തുടങ്ങാം ആൻഡ് ട്രാവൽ ടിപ്സ് ആയിട്ട് കൊടുക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം ഇനിയിപ്പം കുറെ അവധികൾ വരുന്നുണ്ട് അല്ലെ, ദീപാവലി, ക്രിസ്മസ്, സമ്മർ ഹോളിഡേയ്സ്, അങ്ങനെ കുറെ അവധികൾ വരുന്നുണ്ട്. സോ അതിന് പറ്റിയ ഒരു എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടല്ലോ, ഇത് ഒരു ബോസ്റ്റിംഗ് ആരും കണക്കാക്കരുത്, ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞങ്ങൾക്ക് ട്രാവൽ ടിപ്സ് വരെ എന്തെങ്കിലും ഒരു ആധികാരികമായിട്ടുള്ള കാര്യം വേണ്ടേ. സോ നമ്മള് നമ്മൾ എത്ര രാജ്യത്ത് പോയിട്ടുണ്ട് ഇതുവരെ? ഏകദേശം ഐ തിങ്ക് നമ്മളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് ഒരു 4 years ആയി. സോ 4 അല്ലല്ലോ, 5 ആവുമല്ലോ ഇപ്പൊ. 5 വേദുവിന് 1 വയസ്സായപ്പോഴല്ലേ തുടങ്ങിയത്. സോ ലൈക്ക് 4 years. ഓക്കെ, 4 years ആയി. സോ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ നല്ലതായിട്ട് കുറെ യാത്ര ഉണ്ടായിരുന്നു. സോ ഒരു 30-35 കൺട്രീസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഞാൻ ഇന്നലെ ഇരുന്ന് കണക്ക് കൂട്ടിയ മിസ് ഔട്ട് ആയോന്ന് അറിയില്ല, പക്ഷെ മിനിമം ഞങ്ങൾ പോയിരിക്കുന്നത് കറക്റ്റ് 32 ഏകദേശം കേട്ടോ. ഏതെങ്കിലും മിസ്സായോന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ ഏകദേശം 32 കൺട്രീസിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ട്രാവല് എനിക്ക് പേഴ്സണലി എങ്ങനെയാ ബാക്കിയുള്ളവരുടെ ഇന്ന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു രാജ്യത്ത് പോയിട്ട് ഒരു 2 ദിവസം 3 ദിവസം 5 ദിവസം അല്ല പോകുന്നത്. മാക്സിമം ഒരു മാസം അല്ലെങ്കിൽ ഒരു 15-20 ഡേയ്സ് എന്തെങ്കിലും അവിടെ നമ്മൾ നിൽക്കും. എന്താ വെച്ചാൽ നമ്മൾ ഒരു കൺട്രി പോയി കഴിഞ്ഞാൽ അത് മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ നോക്കും. അല്ലാതെ സാധാരണ ഈ ടൂർ പാക്കേജ് മാതിരി 5 to 6 days അല്ല. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ലോക്കൽ കൾച്ചർ, അറ്റ്ലീസ്റ്റ് ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ പോലും ലോക്കൽ ആയിട്ടുള്ള ഒരു കൾച്ചറും കുറെ ആയിട്ട് ഈ കോമൺ അല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റാറുണ്ട്. സോ അതുകൊണ്ട് ഐ തിങ്ക് സോ വി ക്യാൻ ഗിവ് പ്രോപ്പർ ടിപ്സ്. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? നമ്മളായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതൽ രാജ്യങ്ങൾ അറ്റ്ലീസ്റ്റ് കണ്ടന്റ് ക്രിയേഷനിൽ കുഞ്ഞും വയസ്സായവരുമായി സീനിയർ സിറ്റിസൺസ് ആയിട്ടും സീനിയർ സിറ്റിസൺസ് ചിലപ്പോൾ ഇത് പറഞ്ഞ് ഇഷ്ടപ്പെടില്ല, പക്ഷെ സീനിയർ സിറ്റിസൺസ് ആയിട്ട് അതുപോലെ തന്നെ ബേബീസ് ആയിട്ടും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. വേദുവിന് സത്യം പറഞ്ഞാൽ നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് 6 മാസത്തിലാണ് വേദു ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയത് അല്ലെ? 6 മാസം തുടങ്ങി നമ്മുടെ ജേർണി അല്ലേ? പക്ഷെ പിന്നീട് നമ്മൾ യൂറോപ്പ് ട്രിപ്പ് ഒക്കെ ചെയ്തത് 1 വയസ്സായി കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെയായിരുന്നു. ഓക്കെ, സോ ആദ്യമേ തന്നെ ഞങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇതിന് മെയിൻ ഉദ്ദേശം എനിക്ക് പേഴ്സണലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഒറ്റയ്ക്ക് ഇൻ ദ സെൻസ് വിത്ത് ദ പേഴ്സൺ, ഫ്രണ്ട്സോ ഫാമിലി എന്തെങ്കിലും ആയിട്ട് വിത്തൗട്ട് ടൂർ പാക്കേജ് ട്രാവൽ ചെയ്യണം. കാരണം അതൊരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. അതെ, അതായത് ഈ ടൂർ പാക്കേജ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അവർ കറക്റ്റായിട്ട് ഇന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്തേ പോവാറുള്ളൂ. അല്ലാത്ത ഹിഡൻ കുറെ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളായിരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലേ? അതൊന്ന്. രണ്ടാമത്, ഈ എല്ലാ ദിവസവും ടൂർ പാക്കേജിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കണം എന്നില്ല. നമ്മുടെ ഹോളിഡേസ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല. എന്തായാലും ടൂർ പാക്കേജിൽ പോകുമ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഗ്രൂപ്പിന് വേണ്ടി. ചില കാര്യങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ടെമ്പിൾ വിസിറ്റ് ആണ്, നമുക്ക് ചിലപ്പോൾ ഒരു ടെമ്പിളിലും എല്ലാം പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ടെമ്പിൾസിലേ പോകാൻ താല്പര്യം കാണില്ലായിരിക്കും. ഇപ്പൊ തായ്ലൻഡിലൊക്കെ നമുക്കിഷ്ടം ചിലപ്പം ഷോപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബീച്ചിൽ പോയി ഒരു ദിവസം വെറുതെ കിടക്കാനായിരിക്കും. സോ അതൊന്നും നമുക്ക് പാക്കേജിൽ പൊതുവെ പറ്റാറില്ല. അപ്പോൾ ദാറ്റ് ഇസ് വൈ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും, ഏതാണ് ഏറ്റവും എളുപ്പമുള്ള കൺട്രി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ സംസാരിക്കുന്നത്. സോ ഫസ്റ്റ്ലി, പ്രിയ ഫേവറേറ്റ് കൺട്രി ടു ട്രാവൽ? അല്ലെങ്കിൽ അത് വിട്, ഫേവറേറ്റ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ. ഫേവറേറ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആവും. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യാം, ഇഫ് യു ഹാവ്
ഫസ്റ്റ് ഇഫ് യു ആർ ഗോയിങ് അലോൺ, ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോവാണ്, അല്ലെങ്കിൽ യു ആർ ലീഡിങ് ദ ട്രിപ്പ്, യു മമ്മി ഡാഡി വേദോ ആരാണെങ്കിലും എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഡെഫിനറ്റ്ലി തായ്ലൻഡ്. ബാങ്കോക്ക് അത് നമ്മുടെ ബിസിനസ്സും കൂടെ അങ്ങോട്ടേക്ക് കണക്ഷൻ ഉള്ളത് കൊണ്ടിട്ട് ഡെഫിനറ്റ്ലി എനിക്ക് കുറേ സ്ഥലങ്ങൾ അറിയാം, കുറേ പോയി അറിയാം. സോ തായ്ലൻഡ് ആയിരിക്കും ഫസ്റ്റ് നമ്മുടെ എൻ്റെ ഓപ്ഷൻ. പ്രിയ പോവാണെങ്കിൽ തായ്ലൻഡ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ടൈം ട്രാവലറിന് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടും തന്നെ പോകാൻ പറ്റിയ സ്ഥലം, അത് ഏറ്റവും ടൂറിസ്റ്റ് സ്ഥലം, വേൾഡിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് തായ്ലൻഡ്. പക്ഷെ സ്റ്റിൽ ഐ വിൽ സജസ്റ്റ് തായ്ലൻഡ്. നമ്മള് തായ്ലൻഡിൽ എത്ര തവണ പോയിട്ടുണ്ട്? ഞാൻ അതും കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു ഐഡിയ ഇല്ല എനിക്ക്. ഐ തിങ്ക് ഒരു വർഷത്തിലൊരു 12 to 15. ഒരു വർഷത്തില ഇതുവരെ എത്ര തവണ? ടോട്ടൽ 12 to 15. 33. 33 ടൈംസോളം നമ്മൾ പോയിട്ടുണ്ട്. അത് മിസ്സായിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടാ. മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം പാസ്പോർട്ട്സ് എൻ്റെ കുറച്ച് അറിയാലോ കളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. സോ അതിൽ ഉള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഉള്ളത് വെച്ച് സ്റ്റാമ്പ് ചെയ്ത് വെച്ച് ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് കണക്ക് ചെയ്യായിരുന്നു. 33 തവണയാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പൊ തായ്ലൻഡ് ആധികാരികമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴും നമുക്ക് പോയാലും പിന്നെയും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. കറക്റ്റ്. തായ്ലൻഡ് ഫുള്ളൊന്നും ഒട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ തായ്ലൻഡിന്റെ ഈ ഇത്രയും വർഷം നമ്മൾ പോയതിൽ എനിക്ക് തോന്നുന്നു ആകെ കൂടെ ഒരു തവണ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ. പ്രിയയുടെ പെട്ടി ഒരെണ്ണം മോഷണം പോയി. പക്ഷെ വിച്ച് ഇസ് വെരി റെയർ. അവിടെ ആക്ച്വലി എന്റെ കെയർലെസ്നെസ്സും ഉണ്ട്. പിന്നെ അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പെട്ടി വെച്ചിട്ട് ഞാൻ ഷോപ്പിന്റെ അകത്ത് നിന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോയാലും അറിയാൻ പോകുന്നില്ല. സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒറ്റൊരു തവണ. അപ്പൊ ഇത്രയും ഞങ്ങൾ ആലോചിക്കണേ, ഇത്രയും തവണ. സോ ക്ലോസ് ടു നമ്മൾ ഈ ഓരോ തവണ പോകുമ്പോൾ മിക്കവാറും ഒരു 10-20 ഡേയ്സ് ആയിരിക്കും താമസിക്കുന്നത്. ഒരു 10 ഡേയ്സ് ആവറേജ് വെച്ചാൽ പോലും 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം തായ്ലൻഡിൽ താമസിച്ചിട്ടുണ്ട്. 30 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 300 ഡേയ്സ് ആയില്ലേ? അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് ഈസിലി ഗോ ടു തായ്ലൻഡ്. കാരണം ഇപ്പൊ നവംബർ വരെ വിസ ഇല്ല. വിസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ നമ്മുടെ പാസ്പോർട്ട് എടുത്ത് ബാംഗ്ലൂർ പോകാൻ ആധാർ മതി. ഇത് പാസ്പോർട്ട് എടുത്ത് ഒരു ഡോക്യുമെന്റേഷനും ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്, വരുന്ന ഫ്ലൈറ്റ്, അവരെ ഇൻഷുറൻസ് പൈസ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാറില്ല, അവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല. ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ എന്തായാലും അതൊക്കെ നമ്മളെ കാണുമല്ലോ. ജസ്റ്റ് അവിടെ പോവുക, എയർപോർട്ടിൽ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുക, പാസ്പോർട്ട് കാണിക്കുക, സ്റ്റാമ്പ് ചെയ്യും, ഇറങ്ങി ലഗേജ് എടുത്ത് വെളിയിൽ വരിക. എയർപോർട്ടിൽ തന്നെ അവിടെ 7-Eleven ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ടു ഡു. അത് കഴിഞ്ഞിട്ട് തായ്ലൻഡിൽ സാധാരണ എല്ലാവരും പോകുന്നത് 5 ഡേയ്സിലേക്കാണ്. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന 5 ഡേയ്സ് ആണ്. സോ 2 ഓപ്ഷനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, എയർപോർട്ടിൽ നിന്ന് നേരെ പട്ടായയിലേക്ക് പോവുക. അവിടെ 2 nights സ്പെൻഡ് ചെയ്യുക. അത് ഫാമിലി, പട്ടായയുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആൾക്കാർക്ക്, ഫാമിലി ഡെസ്റ്റിനേഷൻ അല്ലാന്ന്. പക്ഷെ എന്തോരം സാധനങ്ങളാ ഫാമിലിക്ക് ചെയ്യാനുള്ള അവിടെ. അത് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ തന്നെ തായ്ലൻഡ് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും പറ്റിയ ഒരു കൺട്രിയാണ്. അതെ, ഈ ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. എല്ലാവർക്കും എന്റർടൈൻഡ് ആവാൻ പറ്റും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നടക്കാൻ പാടാണ് അല്ലെങ്കിൽ വീൽ ചെയർ ആണ്, അങ്ങനെ ആൾക്കാർക്കാണെങ്കിലും വളരെ ആക്സസിബിൾ ആണ് എല്ലാ സ്ഥലങ്ങളും. അപ്പൊ ഈ പട്ടായ 2 nights പോയി, ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ലൈക്ക്. ബീച്ച് ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത്, മോൾസിന്റെ അകത്ത് പോകണമെങ്കിൽ അത്, സൂസ്, ഷോസ്. ഗെറ്റും 2 nights ക്രാബി ആയിട്ട് നിൽക്കുക, ഒരു ഐലൻഡ് ഗെറ്റ് വേ വേണമെങ്കിൽ. ഇത് രണ്ടുമാണ് ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടൈം പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ കുറെ വേറെ ഹിഡൻ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പോയ ഓർമ്മയില്ലേ, മറ്റേ നമ്മള് ഒരു ഗവൺമെന്റിന്റെ ഫിഫി അല്ല ഗസ്റ്റ് ആയിട്ട് പോയപ്പോ ഒരു ഹിഡൻ ജെമ്മിലേക്കൊക്കെ പോയി, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അതല്ലാതെ ഈ ഇതുണ്ട്, ഹുവായിൻ എന്നൊക്കെ പറഞ്ഞ നമ്മള് പണ്ട് ഡാഡി, അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. ചിയാങ് മൈ ഉണ്ട്. പക്ഷെ അതൊക്കെ പയ്യെ പോവാം. ആദ്യമേ പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതായിരിക്കും, പട്ടായ, ബാങ്കോക്ക്, അല്ലെങ്കിൽ ഫുക്കറ്റ് ആൻഡ് ക്രാബി. സോ ഇതാണ് ഫസ്റ്റ് ഒരു ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ആകെ കൂടെ എനിക്ക് കെയർഫുൾ ആയ ആൾക്കാർ ഇരിക്കണം. അത് ലോകത്ത് എവിടെ പോയാലും കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും സ്കാം ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് അവർ കേരള,
ടാക്സീസ് ആൻഡ് ഓട്ടോസ് ആണ്. അത് വളരെ കെയർഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും ഊബറോ, സമയമായി നമ്മൾ രാത്രിയാണ് പോഡ്കാസ്റ്റ് എടുക്കുന്നത് കേട്ടാ, ആ ക്ലോക്കിന് അലാറം നിൽക്കട്ടെ. അപ്പൊ അതിന്റെ ഒരു സിൻസിയറിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്താൽ മനസ്സിലാവും. അത് സിൻസിയാരിറ്റി ഒന്നല്ല, ഈ ടൈമിൽ എല്ലാരും ഇവിടെ വീട് സൈലന്റ് ആയി കിട്ടുള്ളൂ. സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ഏതിനൊക്കെ ഉറക്കി കിടത്തിയിട്ടാണ് നമ്മളിപ്പോ ഷൂട്ടിങ്ങിന് ഇരിക്കുന്നത്. അതെ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തിലും എക്സെപ്റ്റ് മേ ബി ജപ്പാൻ, എന്ത് വേണമെങ്കിലും വെച്ചിട്ട് പോവാം. അതെ, ജപ്പാനും കൊറിയയും സൗത്ത് കൊറിയയും നോക്കിയാ സ്കാംസ് ഇഷ്ടംമാതിരി ടാക്സിക്കാർ നടത്തും. സോ നിങ്ങൾ ഒരു രീതിയിലും ടാക്സി അല്ലെങ്കിൽ ടുക് അല്ലെങ്കിൽ ഓട്ടോ ഒരു രാജ്യത്തിൽ പോയാലും എടുക്കരുത്. അതിന്റെ ഏറ്റവും വലിയ ഓബിയസ്ലി തായ്ലൻഡിൽ അങ്ങനെ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷെ ഫ്രീക്ക് ഓർമ്മയുണ്ടോ ഏറ്റവും പേടിച്ചു പോയത് ടാക്സിയിൽ നമ്മൾ എവിടെയാന്ന്? അത് പറ. അത് നമ്മള് റഷ്യയിൽ പോയപ്പോ, അതൊന്നും നമ്മൾ ട്രാവൽ ആയിട്ട് എക്സ്പീരിയൻസും ഇല്ല കേട്ടോ. ഇല്ല, റഷ്യയിൽ പോയപ്പോ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ കുറെ പേര് വിളിക്കാനുണ്ടാവുമല്ലോ ഫ്രണ്ടില്, ടാക്സി ടാക്സി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളും അതുമാതിരി ടാക്സി അല്ലേന്ന് വെച്ച് റഷ്യ കയറിയപ്പോ അല്ലല്ല കേറി, പക്ഷെ അയാളുടെ എയർപോർട്ട് ടാക്സി എന്നൊക്കെ പറഞ്ഞ ടാഗ് വരെ ഉണ്ടായിരുന്നു. ടാഗ്, അതായത് ബാഡ്ജ് ഒക്കെ ഇടുവല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഹോട്ടലിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് അവര് എത്ര എമൗണ്ട് പറഞ്ഞത്? നമ്മള് ഹോട്ടലിൽ കൊണ്ടാക്കിയപ്പോ അവര് പറഞ്ഞത് 25,000 റുപ്പീസ് ആണ്. അയാള് കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. ശരിക്കും അറൌണ്ട് 2000 കണ്ടേ ഉള്ളൂ റഷ്യൻ റുപ്പീസ്, റൂബിള്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 2000. ഞാൻ പറഞ്ഞു ഒരു രീതിയിലും തരില്ല. പ്രിയ മേടിച്ചു വേദു ബേബി. വേദു ആണെങ്കിൽ കുഞ്ഞാണ്, അന്ന് അവന് 2 വയസ്സെന്തോ ഉള്ളൂ. അപ്പൊ ഞാനും വേദുവും ദിലും കാറിനകത്ത് ഇരിക്കുന്നു. ഹോട്ടലിലെ ലോബി ഫ്രണ്ടിലെത്തി, അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ട് പുള്ളി ഇങ്ങനെ കാശ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദില്ലു പറഞ്ഞു ഞാൻ തരില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ റിസപ്ഷനിൽ അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതും പുള്ളി അങ്ങ് കാറെടുത്തു. എനിക്ക് തോന്നിയത് ഞാൻ ഡോറ് തുറന്നങ്ങോട്ട്, ഞാൻ ബ്രെയിനോട് പറഞ്ഞു ഡോറും തുറക്ക്, ഈ ഡോറും തുറക്കാൻ പറഞ്ഞു. അപ്പൊ ഡോറ് തുറന്നോണ്ടാണെന്ന് പോകാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ ചാടി. അപ്പൊ അയാൾ വണ്ടി നിർത്തി. അതൊരു സ്കേറി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് റിസപ്ഷനിൽ പോയി. ഫസ്റ്റ് ഡേ അതിന് മുമ്പേ സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു, കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ മിസ്സായല്ലോ റഷ്യയിലേക്ക്, കോവിഡ് ടൈമിലായിരുന്നു. സോ വേദുവിന് RT-PCR ഇല്ലാത്തതുകൊണ്ട് വേദുവിനെ കയറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി. ഞാൻ കയറി, ലഗേജ് ഒന്ന് ഇറക്കി. അയാളും പുറകെ വന്നു. ആ ടൈമിൽ എനിക്കൊന്ന് പ്രിയ ലഗേജ് ഇറക്കിയെന്ന് തോന്നുന്നു. ലൈവ് വല്ല ക്യാമറ ഉണ്ടായിരുന്നെ കോമഡി കാണാൻ. പുള്ളി എന്ത് ചെയ്തു, വണ്ടി അങ്ങോട്ട് കയറ്റിയതും ദില്ലു വേഗം ഡോറ് തുറന്ന് ചാടി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റോപ്പ് ചെയ്തിട്ട് ദില്ലു വേഗം റിസപ്ഷനിലേക്ക് പോയി ഈ എമൗണ്ടിന്റെ കാര്യം ചോദിക്കാൻ. അപ്പൊ പുള്ളി പുറകിൽ പോയി. ഞാൻ ആ ടൈമിൽ എന്ത് ചെയ്തു, വേഗം വേദുവിനെ ഇറക്കി ലഗേജൊക്കെ എനിക്ക് എവിടെ നിന്നില്ലാത്ത എനർജി ആ പെട്ടിക്കെടുത്ത് ഞാൻ പുറത്തിറക്കി. ഇനി ഞങ്ങളെ കൊണ്ട് പോയാലോ എന്ന് പേടിച്ചിട്ട്. എന്നിട്ട് ലാസ്റ്റ് റിസപ്ഷനിൽ പോയി അവര് കൈയൊഴിയുക. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കും അതെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഊബറിലെ റേറ്റ് കാണിച്ചു. അതിൽ എത്ര 1800 2000 ആയിരുന്നു. അയാൾ 4000 പറഞ്ഞു. ലാസ്റ്റ് 4000 റുപ്പീസ് തന്നാ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ തരില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 3000 3500 കണ്ട് ഒതുക്കി. 25,000 ലാസ്റ്റ് 3000 വരെ വന്നത്. ഇത് കോമൺ ആണ് കേട്ടോ. തായ്ലൻഡിൽ ഇത്രയും റേറ്റ് കൂടില്ലെങ്കിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഈവൻ എവിടെയാണെങ്കിലും. സോ നെവർ യൂസ് സച്ച് ടാക്സീസ്, ഇൻക്ലൂഡിങ് എയർപോർട്ടിൽ അവർ കാർഡ് വരെ കൊണ്ടുവന്നാൽ പോലും. ബാലിയിലൊക്കെ ഇത് വളരെ കോമൺ ആണ്, യൂറോപ്പിലും ഒക്കെ കോമൺ ആണ്, പോളണ്ടിലൊക്കെ നമുക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. സോ ഓൾവേസ് യൂസ് യുവർ ആപ്സ് എപ്പോഴും യൂസ് ചെയ്യും. ഊബർ, ബോൾട്ട്, യാൻഡാക്സ്, അത് പോകുന്ന രാജ്യങ്ങൾ അനുസരിച്ച്. സോ ദാറ്റ് ഇസ് ദ മെയിൻ ടിപ്പ് ടു നോട്ട് ഗെറ്റ് സ്കാം. ഞങ്ങൾക്ക് ആക്ച്വലി തായ്ലൻഡിൽ സ്കാം പറ്റുന്നത് ഒന്നില്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് ഗൈഡ്സും സ്കൗട്ട്സും നമ്മളെ പിടിച്ചുകൊണ്ട് പോകും എന്തെങ്കിലും, അത് ഫുൾ അവോയ്ഡ് ചെയ്യുക. ഏതെണ്ണം ഉണ്ടെങ്കിലും ഈ ക്ലൂക്ക് എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഹോട്ടൽ വഴി ബുക്ക് ചെയ്യുക. ഒരു 500 രൂപക്കെല്ലാം കൂടുതലായാലും പോട്ടെ, കുഴപ്പമില്ല. അല്ല, ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ കൂടെയാണ് ബുക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി നെഗോഷിയേറ്റ് ചെയ്യുക അത് നടത്തുന്നവരായിട്ട്, എന്നിട്ട് ഒരു റേറ്റ് കുറഞ്ഞു പോവുക. സോ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ബാർസിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോകും ആൾക്കാർ, അതും പോവാതിരിക്കുക. പോകണമെങ്കിൽ നിങ്ങൾ തന്നെ പോവാ ബാർസും പബ്സിലൊക്കെ. ഈ ആരുടെയും കൂടെ വന്ന് പോവാതിരിക്കുക. സോ ഈ ടൂർ ഗൈഡ്സ് അവോയ്ഡ് ചെയ്യുക, ബാർ സ്കാംസ് അവോയ്ഡ് ചെയ്യുക, പിന്നെ ടാക്സീസ് ഇത് അവോയ്ഡ് ചെയ്താൽ സ്കാംസ് ആയി. പിന്നെ പിക് പോക്കറ്റിങ്ങോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കെയർഫുൾ ആവുക. പക്ഷെ അതൊന്നും ഏഷ്യൻ രാജ്യങ്ങൾ വലിയ കുഴപ്പമില്ല അല്ലെ. കൂടുതലും എനിക്കൊന്ന് പാരീസ്, യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ ഒരു പ്രശ്നമുള്ളത്. കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നത്.
ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി. ആദ്യമായിട്ട് ഈ പോഡ്കാസ്റ്റ് മൾട്ടി ക്യാം സെറ്റപ്പ് ഞങ്ങൾ വെറും മൊബൈലിലൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ലാപ്ടോപ്പ്, ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ വ്ളോഗിങ് തുടങ്ങിയിട്ട് ലാപ്ടോപ്പ് ഒന്നും വാങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഒരു ഐപാഡ് വാങ്ങിയത് പ്രിയയുടെ ആവശ്യത്തിന്. സോ ഒരു കുറച്ച് ടെക്നിക്കൽ വിഷയങ്ങളൊക്കെ വരും. ഞങ്ങൾ ലൈറ്റ്സും എല്ലാം റെഡിയാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പോഡ്കാസ്റ്റ് തുടരാനായിട്ട്. സോ വേറെ ഒരു കാര്യം എനിക്ക് പ്രിയനോട് ചോദിക്കാനുള്ളതുണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ ട്രാവലിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഷെയർ ചെയ്യാനായിട്ട്. അതൊക്കെ പയ്യെ പയ്യെ പറയാം. പക്ഷേ നമ്മൾ കുറെ കാലമായിട്ട് പ്രിയ എന്നെ ഇപ്പൊ നിർബന്ധിക്കുവാണ് കേട്ടാ. കാരണം എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ. അതെന്താ കാരണം, ഞാൻ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് പറയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ നമ്മളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പോയ സ്ഥലത്ത് ഞങ്ങൾക്ക് പോകണം, നിങ്ങളുടെ കൂടെ ഞങ്ങളും വന്നോട്ടെ എന്നൊക്കെ കുറേ പേര് എക്സിബിഷൻ ആണെങ്കിലും വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത്. അതായത് നിങ്ങൾ കഴിച്ച സാധനം, നിങ്ങൾ പോയ സ്ഥലം, അതൊന്നും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അപ്പോൾ ഞങ്ങൾക്കും വരണം എന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ കൂടെ ഞങ്ങളും വന്നോട്ടെ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ദില്ലുവിനോട് പറയുകയായിരുന്നു. ഞങ്ങൾ ആക്ച്വലി കുറെ കാലം ആലോചിക്കുന്നത് ട്രാവൽ വിത്ത് OHF എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് മാത്രം, കുട്ടികൾ എല്ലാവരുടെ അല്ല, ഹസ്ബൻഡ്സ് എല്ലാവരുടെ അല്ല, ആരും അല്ല. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് എസ്പെഷ്യലി ഹോം കീപ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് എപ്പോഴും താമസിക്കുന്നവർക്ക് ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. അത് ഇറ്റ് ഡസന്റ് മാറ്റർ, അതൊരു എന്താ നമ്മൾ ഫാമിലിനെ ഡിസേർട്ട് ചെയ്യുക, അബാൻഡൻ ചെയ്യുക ഒന്നും അല്ല. നമ്മുടെ ഓൺ സെൽഫ് ബീയിങ്ങിനും ഹെൽത്തിനും മീ ടൈം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി എനിക്കൊന്ന് വളരെ കുറവാണ്. സോ അതുകൊണ്ട് ഞാനിത് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇത് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ടിപ്പിക്കൽ ടൂറായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ലേഡീസ് മാത്രമാണ്. ആൻഡ് നമ്മൾ ഈ പ്രിയയ്ക്ക് വേണ്ടി പോകുന്നതുകൊണ്ട്, ഷോപ്പിംഗിന് വേണ്ടി പോകുന്നതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാം. ലൈക്ക് ഐ നോ വേർ യു ഗെറ്റ് ദ ബെസ്റ്റ് ഹെയർ സ്പാ, വേർ യു ഗെറ്റ് ദ ബെസ്റ്റ് ബോഡി മസാജ്, ഏറ്റവും നല്ല ഷോപ്പിംഗ് സ്ഥലങ്ങൾ ഏതാ, ഏറ്റവും നല്ല ഫുഡിന്റെ സ്ഥലങ്ങൾ ഏതാ. സോ മേ ബി നമ്മളിപ്പോൾ ഒരു 5 days പോവുകയാണെങ്കിൽ അതിൽ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു ടിപ്പിക്കൽ സൈറ്റ് സീയിങ്. ഇതൊരു വെക്കേഷൻ ആണ്, മോർ ദാൻ ട്രാവൽ. സോ യു വിൽ ഹാവ് 1 day ഓഫ് മേ ബി ജസ്റ്റ് റിലാക്സിങ് ടു യുവർ സെൽഫ്, ഒരു സ്പാ ഡേ വിത്ത് സം ഷോപ്പിംഗ്, അത് എൻഡിങ് യുവർ ഡേ വിത്ത് സം ഫുഡ് മസാജ്. ചില ദിവസം ചിലപ്പോൾ നമ്മൾ നല്ല ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാക്കേജ് ആണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളും നമ്മുടെ ചാനലിന് വേണ്ടി യാത്ര ചെയ്യുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും ഇവര് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂടെ വരുമ്പോഴും. അതിനൊരു ഉപരി മേളിലായിരിക്കും. പക്ഷെ മറ്റേ പാക്കേജ് എനിക്കറിയില്ല ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ചെയ്യുമ്പോൾ ഓബിയസ്ലി കുറച്ച് എക്സ്പെൻസ് വരും. നമ്മൾ വളരെ പ്രീമിയം ആയിട്ട് ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഒരു സാധാരണ പാക്കേജും കാട്ടി മേ ബി ഒരു 20, 30, 40% വല്ലതും കൂടുതലായിരിക്കും. എനിക്കറിയില്ല, ഞാൻ കോസ്റ്റൊന്നും വർക്ക് ചെയ്തിട്ടില്ല. സോ എല്ലാവരും ഞങ്ങൾ തായ്ലൻഡ് പോയിട്ട് ഞങ്ങൾ ഇത് പോയി കണ്ടില്ല, അത് പോയി കണ്ടില്ല, ഇത് കണ്ടില്ല, അങ്ങനത്തെ ഒരു ചോദ്യം വരും എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പ്രോപ്പർ ഹോളിഡേ എല്ലാം ഓടി നടന്ന് കാണണ്ട, ടിപ്പിക്കൽ ടൂറിസ്റ്റ് തിങ് ചെയ്യണ്ട, അതായത് നമ്മുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അതെ, എല്ലാ ദിവസവും സന്തോഷകരമായിട്ട് ഹാപ്പി ആയിട്ട് അത്യാവശ്യം നല്ല ലക്ഷറിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യും, പ്ലാൻ ചെയ്യും. അത് പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ താല്പര്യമുള്ളവര് പറയുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ അധികം ഒന്നും പറ്റില്ല, മാക്സിമം ഒരു 8-10 പേരെ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാനും പ്രിയ പ്ലസ് 10 people. അപ്പൊ അങ്ങനെ പ്ലാനിങ് ഉണ്ട്. ഒരു ഫസ്റ്റ് ഓബിയസ്ലി വിൽ ബി ബാങ്കോക്ക് ആൻഡ് പട്ടായ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലി, അങ്ങനെ ഓരോരോ സ്ഥലങ്ങള് നമുക്ക് ആദ്യം ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ പോയി. കാരണം നമുക്ക് അവിടെ എന്തെങ്കിലും ഇവിടെ സംതിങ് ഗോസ് റോങ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ ആൾക്കാരുണ്ട് എല്ലാത്തിനും. സോ അതങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ പയ്യെ ഷെയർ ചെയ്യും, ഒരുപാടുണ്ട് ഷെയർ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ ട്രാവലിൽ കണ്ടുമുട്ടിയ ആൾക്കാർ, ഇത് ഞാൻ പറയും ചെറിയൊരു പണി കൊടുക്കുവാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയ ആൾക്കാർ ഞങ്ങളുടെ ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അത്രയും റിലേഷൻഷിപ്പ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പ്രിയനോട് അവരെയൊക്കെ ആരാന്നൊന്നും പറയാൻ മിസ്സായി കഴിഞ്ഞാൽ അവര് നേരിട്ട് പ്രിയക്ക് കൊടുത്തോളൂ. കാരണം അത്രയും ക്ലോസ് ആണ് അവര് കേട്ടാ. അങ്ങനെയൊക്കെ പറയല്ലേ, എനിക്ക് ഇങ്ങനെ പണി തരല്ലേ. ഈ മിസ്സായവരുടെ പേര് ഞാൻ പറയാം കേട്ടോ. ഇനി ഞാനും മിസ്സായി തീർന്നു. ആദ്യം നമ്മൾ കണ്ടുമുട്ടിയത്, ആദ്യം ഓർഡർ ഒന്നും പറയണ്ട. ജോജിൻ ഒബ്വിയസ്ലി സ്വിറ്റ്സർലൻഡിലെ അവരുടെ ഹോൾ ഫാമിലി ഇപ്പൊ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ്. ജോജിൻ ആൻഡ് ഫാമിലി, ലിബിൻ ആൻഡ് ഫാമിലി,
നമ്മുടെ മാത്യു ആൻഡ് ഫാമിലി പോർച്ചുഗല്, പിന്നെ പിന്നെ നമ്മുടെ ഇപ്പൊ തായ്ലൻഡിലെ ഉണ്ണി ആൻഡ് ഫാമിലി, പിന്നെ ആരാ ഇനി ഇതില് ഉറപ്പായിട്ട് ഒരാള് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പേര് മിസ്സാവുമ്പോ വിചാരിച്ചോട്ട് കേട്ടാ. ആരാത്? ഏത് സ്ഥലം? അതൊന്നും പറയില്ല, ഉറപ്പായിട്ട് കിട്ടും. ലിബിൻ പറഞ്ഞു, അതൊക്കെ പറഞ്ഞു, കുറച്ചു പേരുണ്ട്. പോയി. അപ്പൊ പ്രിയ മറന്നു കേട്ടാ. ഞാൻ മറന്നിട്ടില്ല, പ്രിയ മറന്നേ. 2 പേരുണ്ട്. ഒന്ന് ജർമ്മനിയിലെ കൃഷ്ണ. ഒയ്യോ കൃഷ്ണ, സോറി കൃഷ്ണ, ഞാനത് ഓർത്തില്ല. കൃഷ്ണനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ ആൻഡ് ഫാമിലി. കൃഷ്ണയാണ് എന്നെ ഷോപ്പിംഗ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്. കൊണ്ട് ഔട്ട്ലെറ്റ് വില്ലേജിലൊക്കെ കൊണ്ട് കുറെ പൈസ ഒക്കെ പൊളിപ്പിച്ച ആളാ. പിന്നെ ഇത് വേറൊരു താരമുണ്ട്. 2 പേരുണ്ട് മിസ്സായത്. കൃഷ്ണ കിട്ടിയില്ലോ? കൃഷ്ണ കിട്ടി. ഇനിയുണ്ട് 2 പേര്. പേഴ്സണലായിട്ട് നമ്മൾ കുറെ പേര് കണ്ടു മുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവരായിട്ട് നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്തു, മൾട്ടിപ്പിൾ ഡേയ്സ് സ്പെൻഡ് ചെയ്തു. ഒരാളെ മറന്ന പ്രിയ ഉണ്ടല്ലോ, വളരെ മോശമാണ്. ഒന്ന് പോർച്ചുഗലില് വിജീഷേട്ടനുണ്ട്. പ്രിയക്ക് ചോറ്, സാമ്പാർ, ദോശയൊക്കെ വേണം എന്ന് പറഞ്ഞ് വിജീഷേട്ടൻ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. വിജീഷേട്ടൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ പേര് പറഞ്ഞില്ലല്ലോ. വിജീഷേട്ടൻ ഉണ്ട്. എനിക്ക് സ്പെഷ്യലി നല്ല ടേസ്റ്റി സദ്യ തന്ന സാമ്പാറും തോരനും ഒക്കെ എനിക്ക് ഇപ്പോഴും ആ ടേസ്റ്റ് ഓർമ്മയുണ്ട്. വിജയചേട്ടൻ, സോറി ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ. വിജയചേട്ടൻ പോർച്ചുഗലിലാണ്, അവിടെ കേരള റെസ്റ്റോറന്റ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം ആയ ഒരാളുണ്ട്, ലേന. ലേനനെ വിട്ട പിന്നെ എന്ത് സിംഗപ്പൂർ അല്ലേ? നമ്മള് സിംഗപ്പൂർ പോയപ്പോ കൂടെ നിങ്ങൾ താമസിച്ചേ. അതേ പറഞ്ഞു, ഞങ്ങൾ സിംഗപ്പൂർ പോയപ്പോ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇവരാരെയും നമുക്ക് ഇതിന് മുമ്പ് ഒരു പരിചയമില്ല കേട്ടോ. പക്ഷെ ദേ ട്രീറ്റഡ് us more than how a family will treat us. ബിരിയാണി. അതെ. അപ്പൊ ലേന ഇങ്ങനെ സിംഗപ്പൂർ ഞങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ് ലാസ്റ്റ് മൂമെന്റ് പേയ്മെന്റ് എന്തോ ക്രെഡിറ്റ് കാർഡിന് പോയില്ല, അത് ക്യാൻസൽ ആയി. ഡാഡി മമ്മിക്ക് ക്യാൻസൽ ആയി, ഞങ്ങളുടെ ക്യാൻസൽ ആയി. ഞങ്ങൾക്ക് ലാസ്റ്റ് മൂമെന്റ് സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവ്. അങ്ങനെ ലൈനെ എപ്പോഴും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ലൈന എവിടെയെങ്കിലും ഇങ്ങനെ താമസിക്കാൻ സ്ഥലം കിട്ടും. ചോക്ലേറ്റ് ലവറാ ലേന. അങ്ങനെ ലേന ഞങ്ങളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്, ഞങ്ങളെ അറിയത്തോലും കേട്ടാ, ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ അദ്രു എന്ന് പറഞ്ഞൊരു മോനുണ്ട്. അങ്ങനെ ഞങ്ങള് ലൈനയുടെ കൂടെ 4-5 ദിവസം താമസിച്ച് എൻജോയ് ചെയ്ത്. ഒരു മസാജ് ചെയർ ഒക്കെ ഉണ്ട് ലൈനയുടെ വീട്ടില്, അതിനുവേണ്ടി അടിയായിരുന്നു. പിന്നെ ലൈനയുടെ ബിരിയാണി അടിയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ലൈഫ് ലോങ് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, ഇവരുടെ സ്നേഹം അൺകണ്ടീഷണൽ ആണ്. ഈ എല്ലാവരുടെയും. ജോർജിന്റെ വീട്ടിൽ താമസിച്ചു, നെതർലൻഡ്സില്. അത് ലേനയുടെ സിസ്റ്റർ അല്ലേ? പക്ഷെ നമ്മള് ലേനയായിട്ടാണല്ലോ കൂടുതൽ ക്ലോസ്. അതുപോലെ ഇവരൊക്കെ, അത് പിന്നെ പറയാം, ഭയങ്കര കാര്യമുണ്ട്. ഈ മാത്യുവിന്റെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ ഹെൽപ്പിനെ കാട്ടി ഉപരി ഒരു സിൻസിയാരിറ്റിയും ലവും വേറെ ലെവലിലുള്ള ഒരു സ്നേഹമാണ്. അത് സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടോ, ഒരു സ്ട്രേഞ്ചേഴ്സ് അല്ല, കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്. അതൊക്കെയാണ് നമ്മുടെ വ്ളോഗിലും ട്രാവലിലും കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ചെറിഷ് ചെയ്യാൻ പറ്റിയ മൂമെന്റ്സ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം എല്ലാവരും വിചാരിക്കുന്നത്, കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും എൽഡർലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും എന്താണ് ഉള്ള കാര്യം എന്ന്. അപ്പൊ കുട്ടികളെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ പ്രിയനോട് ഞാൻ ചോദിക്കാം, വേദുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ പ്രിയാണ് പാക്ക് ചെയ്യുന്നതല്ല. അപ്പൊ പ്രിയ എന്നെ പറയട്ടെ, എന്തൊക്കെയാണ് എസെൻഷ്യൽസ്? മെയിനായിട്ട് ഞാൻ വേദുവിന് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ വേദുവിൻ്റെ ഡ്രസ്സിനേക്കാളും കൂടുതൽ എടുക്കുന്ന വേദുവിൻ്റെ മരുന്നുകളാണ്. അതായത് പനി, ചുമ, അങ്ങനത്തെ മരുന്നുകൾ കുറച്ച് എടുക്കും. പിന്നെ ഒബ്വിയസ്ലി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ഡ്രസ്സ് വാങ്ങാം. മരുന്നുകളാണ് ഓരോ ലാംഗ്വേജ് നമുക്ക് മാറി വേറൊരു സ്ഥലത്ത് കൺട്രി പോകുമ്പോൾ ഈ ഡോളോയ്ക്ക് പകരം അവിടുത്തെ വേറെ എന്തെങ്കിലും ആയിരിക്കും, നമുക്ക് കൊടുക്കാനും കുറച്ച് പേടിയായിരിക്കും. സോ എപ്പോഴും മെഡിസിൻസ് ആണ് മെയിൻലി നമ്മൾ കുട്ടികളുടെ ഇതിൽ പാക്ക് ചെയ്യേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ കണ്ടിരിക്കുന്നതിൽ വെച്ച് കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. കുട്ടികൾക്ക് ഉറക്കം കുഴപ്പമില്ല, വെതർ എനിക്ക് കാര്യമായിട്ട് കുഴപ്പമുണ്ടെന്ന് തോന്നാറില്ല. ഫുഡ് ഹാബിറ്റ്സ് അൺലെസ് നമ്മുടെ കുട്ടികൾ പല ടേസ്റ്റുകൾക്കും യൂസ്ഡ് അല്ലെങ്കിൽ ട്രാവലിംഗ് വളരെ പാടാണ്. നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവും, കുട്ടിയും ഫ്രസ്ട്രേറ്റഡ് ആവും, ഫുൾ ട്രിപ്പ് ബോറായി പോകും. ഇപ്പം അവർ
എക്സോട്ടിക് ഫുഡ് ഒന്നും കഴിക്കണ്ട. ഈവൻ നമ്മുടെ ഒരു ബേസിക് ഇപ്പൊ ഒരു ഫ്രൈഡ് റൈസ് ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ പല രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ ശീലിപ്പിക്കാതെ ട്രാവൽ ചെയ്ത വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞങ്ങൾ വേദു ഇൻഫന്റ് ആയിരുന്നപ്പോ വേദുവിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ആവും. അപ്പൊ മാക്സിമം നിങ്ങൾ കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയസ്സിന് മുന്നേ മാക്സിമം ട്രാവൽ ചെയ്തോ. അല്ലെങ്കിൽ ടിക്കറ്റ് ചാർജ് ഭയങ്കരമായിരിക്കും. അവർക്കൊരു സീറ്റ് ഉണ്ടെങ്കിൽ പോലും അതെ ഫുൾ ചാർജ് ആണല്ലോ. സോ കുട്ടികളെ ആണെങ്കിൽ അതിനെക്കാട്ടി അഫോർഡബിൾ ആയി കിട്ടിയാന്. സോ ഫുഡ് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും, പക്ഷെ ഗിവ് ഇറ്റ് എ ട്രൈ. ഇഷ്ടം ആയാലോ, അപ്പൊ ഫുഡ് ഹാബിറ്റ്സും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ അതല്ലാതെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, പിന്നെ വേറൊരു കാര്യം എനിക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്, മാക്സിമം ക്യാഷ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് മാറ്റി വെച്ചിട്ട് കൊണ്ടുപോകണതല്ലേ ബെറ്റർ ദാൻ അവിടെ പോയി എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അത് ഞാൻ പിന്നെ അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ചിലവുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് വളരെ ലിമിറ്റഡ് ആയിട്ടേ കൊണ്ടുപോകുള്ളൂ. കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡും ഉണ്ട് ഡെബിറ്റ് കാർഡും ഉണ്ട്. നമ്മൾ ഏതാണെങ്കിലും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഒരു എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. ഇന്റർനാഷണൽ ആക്ടിവിറ്റീസ് അത് കൂടുതൽ വരും. ചിലപ്പോൾ ഒരു 3% മാർക്കപ്പ് വരും. മാർക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കാർഡ് ഫോറിൻ കറൻസിയിലേക്ക് പേ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വരും. സാധാരണ ഒരു 3% ഒക്കെയാണ് വരുന്നത്. എന്നാലും ഇപ്പം 1 ലക്ഷത്തിന്റെ 3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 രൂപ ആയുള്ളൂ. നമ്മൾ ഈ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയോ 20,000 രൂപയോ എന്താണെങ്കിലും ക്യാഷ് ആയിട്ട് കൊണ്ടുപോയി അവിടെ മാറ്റാൻ പറ്റും. നല്ല റേറ്റ് ഒക്കെ കിട്ടും, വേറെ മാർക്കപ്പ് ഒന്നും ഇല്ല. പക്ഷെ ക്യാഷ് കളഞ്ഞു പോയി എന്ത് ചെയ്യും? കാരണം അങ്ങനെ ഡാഡിക്ക് പറ്റിയിട്ടുണ്ട്. ആ കഥ പ്രിയ പറയും. ഡാഡി ഇതുമാതിരി ബാലിയില് ഇന്ദ്രേട്ടനും ചേച്ചി എല്ലാവരുമായിട്ടാ പോയത്. നമ്മളുണ്ടായിരുന്നില്ല ആ സമയത്ത്.
ബാലിയിൽ പോയപ്പോ ഡാഡി ഒരു കെട്ട് കണക്കിന് എത്ര ഉണ്ടായിരുന്നു ലൈക്ക് എനിക്കൊന്ന് ഡാഡി 80,000 റുപ്പീസ് കണ്ടാന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് 1 lakhന് അടുപ്പിച്ച് ക്യാഷ് ബാലി എമൗണ്ട് ആക്കിയിട്ടാണോ മാറ്റിയിട്ടാണോ കൊണ്ടുപോയത്? അല്ല, ഇന്ത്യൻ എമൗണ്ട് 80,000 റുപ്പീസ് ക്യാഷ് ആയിട്ടും ഡാഡി പോക്കറ്റിൽ വെച്ചു സേഫ്റ്റിക്ക്. എന്നിട്ട് ഇവർ എയർപോർട്ടിൽ കയറി, എയർപോർട്ടിൽ നിന്ന് ടാക്സി കയറി നേരെ റിസോർട്ടിലെത്തിയിട്ട് ഡാഡി പറഞ്ഞു ഡാഡി പോക്കറ്റിൻ്റെ അകത്താണ് വെച്ചിരുന്നതെന്ന്. എന്നിട്ട് അവിടെ ഷർട്ടെല്ലാം പാൻറ്റെല്ലാം ഊരി പിറ്റേ ദിവസം അവർ ക്യാഷ് നോക്കിയപ്പോൾ ഡാഡിയുടെ പാൻറ്റിൽ ക്യാഷ് ഇല്ല. മൊത്തം ക്യാഷ് ആയിട്ടാണ് ഡാഡി കൊണ്ടുപോയത് തന്നെ, ബൾക്കായിട്ട് മൊത്തം കാശും കാണാനില്ല. ഡാഡി ആണെങ്കിൽ അവിടെ റിസോർട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് ഞാൻ പോലീസിൻ്റെ അടുത്ത് പറയും എന്നൊക്കെ പറഞ്ഞു. അവിടെയാണെങ്കിൽ കൂടുതൽ ഫോറിനേഴ്സ് ആയിരുന്നു ബാലിയിൽ. ബാലിയിലെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആൾക്കാരായിരുന്നു. സോ എന്നിട്ട് ഇന്ദ്രേട്ടനും ഡാഡിയും കൂടെ നേരെ ടാക്സി പിടിച്ച്, ഇനി ടാക്സിയിൽ വല്ലതും വീണോന്ന്, പോക്കറ്റിൽ നിന്ന് എങ്ങനെ ടാക്സി വീണോന്ന് അറിയാൻ വേണ്ടി നേരെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ ഇന്ന ടാക്സി നമ്പർ കാണിച്ച് ഇന്ന ആളുണ്ടോ അയാളെ കണ്ട് ചോദിച്ചു. ഡാഡി പറയുന്നത് അത് റിസോർട്ടിൽ നിന്ന് മോഷണം പോയതാണ്. പക്ഷെ എന്താണെങ്കിലും ഇപ്പൊ പ്ലെയിനിൽ പോയാലും റിസോർട്ടിൽ പോയാലും ടാക്സി പോയാലും പൈസ പോയതാണല്ലോ. അതുകൊണ്ട് ക്യാഷ് ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് വളരെ വളരെ കുറച്ചാണ്. ഞാൻ വളരെ കുറച്ചേ കൊണ്ടുപോകാറുള്ളൂ. ലൈക്ക് മേ ബി ഒരു 10,000 റുപ്പീസ് ഒക്കെ കൊണ്ടുപോകാറുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കാർഡ് വെച്ച് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഒരു എല്ലായിടത്തും നമ്മൾ ട്രാവൽ ചെയ്യുന്ന അടുത്ത് കാർഡ് എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിന് ATM എടുക്കും. എന്നാലും നമുക്ക് എക്സ്ട്രാ പൈസയൊക്കെ ആവും. പക്ഷെ എന്നാലും ഇറ്റ് ഇസ് വർത്ത് നോ. നമ്മുടെ പൈസ പോവാൻ സാധ്യത ഹൈ ആണ്. ഹോട്ടൽസിൽ റോബറി നടക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ ക്യാഷിന്റെ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ തന്നെ കെയർഫുൾ ആവും. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ധൈര്യമാണ്. ഇപ്പം നമ്മൾ ഒട്ടും ട്രാവൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് നമ്മൾ ഇത്രയും രാജ്യങ്ങളിൽ പോയി ട്രാവൽ ചെയ്യുന്നത്. കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 times 4 times എബ്രോഡ് പോയിട്ടുള്ളൂ, അത്രേ പോയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇത് ഒരു ധൈര്യത്തിൽ നമ്മൾ ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് ഒരു രാജ്യങ്ങളിലും ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു വിഷയം ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ള മെയിൻ തിങ്, യൂറോപ്യൻ രാജ്യങ്ങളിലും എവിടെ പോയാലും ഹെൽത്ത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ നിങ്ങൾ പെട്ടു. അത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കാര്യമില്ല, എന്തുണ്ടെങ്കിലും കാര്യമില്ല. അത് പക്ഷേ ആ സമയത്ത് ഏഷ്യൻ കൺട്രീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ, ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് അടുത്തൊരു 2-3 മാസത്തില് ഒരു 2 പുതിയ കൺട്രീസിലേക്ക് പോകുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ കേട്ടോ. 15 അല്ല 2 അല്ല 1 2 3 4 രാജ്യങ്ങളിലുണ്ട്. 4 അതിന് മറ്റേതും ബുക്ക് ചെയ്തില്ലേ, ദുബായ്. എന്നാലും അടുത്തൊരു 4-5 മാസത്തില് ദുബായ് ബുക്ക് ചെയ്തു. ദുബായിൽ എയർ അറേബ്യയിലെ ഓഫറിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി 11,000 റുപ്പീസ് പോയിട്ട് വരാൻ. ഈ വർഷം 4 ഉണ്ട്. 4 ഉണ്ട്. 4 രാജ്യങ്ങളുണ്ട്. സോ ഇനി കുറെ ഇന്റർനാഷണൽ ട്രിപ്സ് വരും. ഏറ്റവും വലിയ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇനി രാത്രി ഒന്നാമത് ഈ എഡിറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് ലേറ്റ് ആയിട്ടാ കിടക്കുക. അപ്പൊ ആ സമയത്ത് ദില്ലൂന് ഇങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് ഓരോ ഓഫേഴ്സ് ഒക്കെ വരും. ടിക്കറ്റ് ചാർജ് ഇത്ര കുറഞ്ഞു, ഇങ്ങോട്ടേക്ക് ഇന്ന കൺട്രിയിലേക്ക്, അപ്പോഴായിരിക്കും ബുക്ക് ചെയ്യുന്നത് ടിക്കറ്റ്. സത്യമായിട്ട് അങ്ങനെയാട്ടെ. എനിക്ക് ഇപ്പൊ എയർ അറേബ്യയുടെ ഓഫർ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് ചെയ്തു, വന്ന അന്ന് തന്നെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം തന്നെ അന്തും ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അന്തുവിനെയും പൈസ കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാർച്ചിലാന്ന് തോന്നുന്നു ദുബായിലേക്ക് ഒരു 1 വീക്ക് പ്ലാൻ ഉണ്ട്. അതിന് മുമ്പ് ഈ വർഷം 2 പുതിയ രാജ്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിസൈർ ചെയ്ത 2 രാജ്യങ്ങളിലാണ്. ഒരു രാജ്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ പോവാൻ. ആക്ച്വലി 2 രാജ്യങ്ങളും എക്സൈറ്റഡ് തന്നെയാണ് പോവാൻ. പക്ഷെ ഒരു രാജ്യം കുറെ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന. ഒരു ചെറിയ ക്ലൂ തരാം. ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിന് വിസ കിട്ടാത്തല്ല, ഡീപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ആ ഒരു റിസ്ക് ഉണ്ട്. 2 രാജ്യങ്ങളിൽ ഒരു രാജ്യം. സോ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒരു രാജ്യം ഭയങ്കര പോപ്പുലർ പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ അതാണ് ലോകത്തിലെ ബെസ്റ്റ് കൺട്രിന്ന്
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കൺട്രി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതൊക്കെ ഉണ്ട്. സോ എന്തായാലും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ജസ്റ്റ് ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് റഫായിട്ട് കുറച്ച് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു, കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തു, കുറച്ച് ട്രാവൽ കാര്യങ്ങൾ ഷെയർ ചെയ്തു. എല്ലാത്തിലും ഇനി നമ്മൾ ഇത് തന്നെ ആയിരിക്കില്ല, വേറെ വേറെ ഡിഫറെന്റ് ടോപ്പിക്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ, മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ കമന്റ് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ എന്തൊക്കെ ടോപ്പിക് വേണമെന്നും കൂടെ കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും. മിക്കവരും പറയും നിർത്തിപ്പോ, നിങ്ങളുടെ വാചകം കേൾക്കണ്ട, എന്നാലും ഞങ്ങൾക്ക് കുറച്ച് അവസരം തരണം, കുറച്ചൊക്കെ സംസാരിക്കട്ടെ, കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, കുറെ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരെ കൊണ്ടുവരാനുണ്ട്. സോ എന്തായാലും നമുക്ക് എന്തായാലും വേറൊരു ആഴ്ചയിൽ ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും. ഇന്ന് ചിലപ്പം മൺഡേ ആയിരിക്കും വരാൻ, തൊട്ട് എല്ലാ സൺഡേസും ഒരു പോഡ്കാസ്റ്റ് എടുത്താൽ നോക്കുന്നതായിരിക്കും. സെയിം നമ്മുടെ ബ്ലോഗിന്റെ 10 AM തന്നെയാണ്. അപ്പൊ എല്ലാ സൺഡേ രാവിലെ 10 മണിക്ക് ഈ പോഡ്കാസ്റ്റ് ആയിരിക്കും നമ്മുടെ. അതെ. ഓക്കെ. സോ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.